എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നല്ല തക്കാളി ചോറാണ് കേട്ടോ. അതും നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല റേഷനരി വെച്ചിട്ടാണ് നമ്മളിന്ന് തക്കാളി ചോറ് തയ്യാറാക്കാൻ പോകുന്നത്. അതും ചാക്കരി വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. 2 നാഴി വെള്ള അരി എടുക്കാം. അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി എങ്ങനെയാണ് നമ്മുടെ തക്കാളി ചോറ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി വരണം. പറ്റി വന്നതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇത് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പകുതിയോളം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെയും കൂടി പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളത്രയും മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. 3 തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്തോരം അരിയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളരി ആയതുകൊണ്ട് തന്നെ ബിരിയാണി അരി പോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ പാകത്തിന് തന്നെയാണ് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാക്കരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് ഇനി നമ്മൾ പാകത്തിനൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ അരി പകുതി കുക്കായിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി വേവാനുണ്ട്. വെള്ളം കൂടുതൽ പറ്റിപ്പോകാതെ പാകത്തിന് തന്നെ നമുക്കിത് വെന്ത് കിട്ടണം. എങ്ങാനും വെള്ളം കൂടുതലായിട്ട് പറ്റി പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കുവാണ്. ഇത് നമ്മുടെ അരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് വെച്ചിട്ട് തയ്യാറാക്കാം. ബിരിയാണി അരിയല്ല എന്നാരും പറയില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ അരിയും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വാങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുപ്പത്തൊന്ന് വാങ്ങിയാൽ മാത്രം മതി. നമ്മുടെ തക്കാളി ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തക്കാളി ചോറ് ഉണ്ടാക്കാറുണ്ടായിരിക്കും. റേഷനരി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയുക. എല്ലാവരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറക്കല്ലേ. ഇപ്പം നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്.
ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.